ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോക്ക് പോകുന്ന മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പെടുത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ലെൻസിലേക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാബ്സിയാണ്. അപ്പോൾ ഡാബ്സിയുടെ ഒരു വീഡിയോ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് കത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നല്ല നമ്മുടെ വിഷയം. ഡാബ്സി എന്ന് പറയുന്ന ആളുടെ ഒരു പുതിയൊരു സോങ് റിലീസായിട്ടായിരുന്നു, മാങ്ക എന്ന് പറഞ്ഞിട്ട്, മലർക്കൊടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടിന്റെ ഒരു വേറെ ആളുടെ റാപ്പ് ആയിട്ട് മാങ്ക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ ബീറ്റ് തന്നെയാണ് നമ്മുടെ ഒട്ടകം എന്ന് പറഞ്ഞിട്ട് MHR ചെയ്തിട്ടുള്ള ഒട്ടകം എന്ന് പറയുന്ന ആ പാട്ടിന്റെ ഒരു ക്ലിപ്പും ഇന്ന് ഈ മാങ്കയും ഒട്ടകവും തമ്മിൽ ഭയങ്കരമായിട്ട് സാമീപ്യമുണ്ട്. ഈ ഒട്ടകമാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടകത്തിനെ കോപ്പി അടിച്ചാണ് മാങ്ക. ഇനി മാങ്കയുടെ ഡാബ്സിന്റെ ഒറിജിനല് അതിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്താണ് ഒട്ടകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ എന്താണ് ഡാബ്സിയും MHRും തമ്മിൽ ചെറിയൊരു വാക്ക് പോരാട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പോകുന്നത് നമ്മുടെ MHR എന്ന് പറഞ്ഞ സുഹൃത്ത് ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ക്ലിപ്പ്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് നടന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സംഭവമായിട്ട് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ട ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അതിൽ നമുക്ക് 2-3 കാര്യങ്ങൾ സംസാരിക്കണം. ആ കാര്യങ്ങൾ ഞങ്ങളൊന്ന് കേൾപ്പിക്കുക. നിങ്ങൾ ആദ്യം ഒന്ന് അത് കേട്ടിട്ട് വരും. ഞാൻ ഒരു 1-2 ചെറിയ കാര്യങ്ങൾ പറയാൻ വരികയാണ്. അപ്പോൾ ആദ്യം പറയാം, എനിക്ക് ആരോടും ഇങ്ങനെ ദേഷ്യമോ ഉറപ്പോ പരിപാടികളൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആർട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം പറയണം. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയായിരിക്കും മങ്കയും ഒട്ടകവും സെയിം സാമ്യത തോന്നിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ അതെന്താ അതിനൊരു ക്ലിയർ വരുത്താനാണ് ഞാൻ വന്നത്. എന്ന് വെച്ചാൽ അതിന് ശരിക്ക് മങ്കയ്ക്ക് ഫസ്റ്റ് ബീറ്റ് ചെയ്ത് ഞാനായിരുന്നു. എന്ന് വെച്ചാൽ മങ്ക പ്രൊഡ്യൂസ് ചെയ്ത് ഞാനായിരുന്നു ബീറ്റ്. ആ ട്രാക്കാണ് ശരിക്ക് ഒട്ടകം എന്ന് പറയുന്ന ട്രാക്ക്. ഈ ഒരു ഡീലുമായിട്ട് ഡബ്സി എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനെ മലർക്കൊടി പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താ ശരിക്കും ഉണ്ടായത് വെച്ചാൽ എൻ്റെ ആദ്യം ഞാൻ പണ്ട് വർക്ക് ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ പയർ ബീറ്റ് പരിപാടി. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ആക്കി റെഡിയാക്കി അത് ഇതിന് ആപ്റ്റായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അതിൽ പിന്നെയും കുറച്ചധികം പണിയെടുത്ത് മങ്കയ്ക്ക് ബീറ്റ് ചെയ്ത്. അതാണെങ്കിൽ ഒട്ടകം എന്ന് പറഞ്ഞ ട്രാക്ക്. അതിൽ മെലഡി പരിപാടികളെല്ലാം ഒന്നും സാമ്പിൾ അല്ല, ഒക്കെ ഞാൻ കമ്പോസ് ചെയ്ത് അതിലെ ഹാർമോണി ആയാലും അതിൻ്റെ ഫസ്റ്റ് വരുന്ന സാക്സ് മെലഡി സാധനങ്ങളായാലൊക്കെ ഞാൻ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ അത് ഉണ്ടാക്കി ഞാൻ അങ്ങനെ ഒരു ട്രാക്ക് ബിൽഡ് ചെയ്തെടുത്ത് അതിൻ്റെ സെൻട്രലിലുള്ള അതിൽ ഡ്രില്ലിൻ്റെ ഐഡിയ ഒക്കെ ഡബ്സി പറഞ്ഞു തന്നു. ബാക്കിയെല്ലാം ഞാൻ ഡ്രിൽ ബീറ്റ് ചെയ്യണം എന്നുള്ളത് ഡബ്സിയുടേതായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയ പരിപാടി സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് കുറേ അത് കൊടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കൊടുത്തിട്ടില്ല. ഞാൻ MP3 കൊടുത്തു റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെയാണ് സ്റ്റെമ്മിന് എനിക്ക് വിളിക്കേണ്ടായിട്ട്. എന്ന് വെച്ചാൽ മാസപ്പീലിൻ്റെ ANR ആയിട്ടുള്ള റൺബീറാണ് എനിക്ക് സ്റ്റെമ്മിന് വിളിച്ചത്. സ്റ്റെമ്മ് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്റ്റെമ്മ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് സ്റ്റെമ്മ് ഫൈനൽ ഔട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഫൈനൽ ഔട്ട് ഞാൻ അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇങ്ങനെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഡബ്സി എനിക്ക് വിളിച്ചിട്ട് ഈ സാധനം വേണ്ട, എനിക്ക് വേണ്ടെന്നാൽ ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡബ്സി പോകേണ്ടത്. പിന്നെ ഫൈനലായിട്ട് ചോദിച്ചു എന്നോട് എൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ. കറക്റ്റ് എൻ്റെ പേയ്മെൻറ്റ് എത്ര വേണ്ടതെന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിൽ കുറഞ്ഞൊരാളെ കിട്ടി, ഞാൻ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡബ്സിയാണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോഴും പറഞ്ഞു എനിക്ക് ആരോടും ഒരു ദേഷ്യമോ പരിപാടിയൊന്നുമില്ല. എനിക്കെല്ലാം ഞാൻ എൻ്റെ ഏട്ടനെ പോലെ കാണുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇങ്ങനെ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം പറഞ്ഞു. ഞാനപ്പോഴും മര്യാദയിൽ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ അത്രയും ചെയ്തിട്ട് ഞാൻ എൻ്റെ ബീറ്റ് ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ വേറെ ചെയ്തോളി എന്ന് പറഞ്ഞു. ഓൻ എന്നോട് പറഞ്ഞു എനിക്ക് ഈ ബീറ്റ് വേണ്ട, ഈ ബീറ്റ് എടുത്തോ യൂസ് ചെയ്തോ. എല്ലാത്തിനും എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്, ഇത് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യൂസ് ചെയ്തോ, എനിക്ക് വേണ്ടെന്ന് പറയാണ്ടായത്, ഈ ബീറ്റ് യൂസ് ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓന് വേറെ ചെയ്യിച്ചോളാന്ന് പറഞ്ഞു, വേറെ ചെയ്യിച്ചു എന്നും പറഞ്ഞു. പിന്നെ ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെയാണ് അപ്പോൾ ഇതിൽ MHR പറയുന്നുണ്ട് എനിക്ക് ആരോടും ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല,
ഞാൻ എൻ്റെ ഒരു ആർട്ട് എന്നുള്ള സംഭവത്തിലാണ് ഇത് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആർട്ടാണ് ഞാൻ ഉണ്ടാക്കിയതും അത് ക്രിയേറ്റ് ചെയ്തതും. പിന്നെ ഇവർക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു, അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് സംഭവം വ്യക്തമാക്കി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാബ്സി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു ആർട്ടാണ്, ഈ ഒരു മാങ്കക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞൊരു സംഭവമാണ്. അത് MHR ഉണ്ടാക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ MHR അതിനൊരു പേയ്മെൻറ്റ് ചോദിക്കുകയും അതിൻ്റെ ഫുൾ വേർഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ അത് പേയ്മെൻറ്റ് ചോദിക്കുകയും അത് വേണ്ട എന്ന് ഡാബ്സി പറയുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വാക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായിരുന്നാലും പോലും പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാബ്സിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അതായത് ഞാൻ സൗണ്ട് ഓർഗനൈസേഷൻ ഇജ്ജ് വഴക്കുണ്ടാക്കണോ, ഇജ്ജ് ഏത് തന്തമെന്ന് പറഞ്ഞാലും ഏത് വലിയ ബാപ്പം എന്ന് പറഞ്ഞാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഡാബ്സിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ രണ്ടും കൂടി കൺക്ലൂസിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലെ കമന്റുകൾ ആൾക്കാർ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ 2 വീഡിയോ കൂടി ഞാൻ ഒന്നിച്ച് ക്ലിപ്പാക്കി മാറ്റിയത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് രണ്ടൊന്ന് കണ്ടിട്ട് വരി. അപ്പോൾ നമുക്ക് ഡാബ്സിന്റെ ഈ ഒരു ചൂടാവൽ പ്രക്രിയ ഉണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും. പറഞ്ഞു ഞാൻ നമ്മുടെ ഡ്രാമ കളിക്കാൻ വന്നിരിക്കുക. Don't less the sound, okay? If you can't do that shit, then remove. ആരായാലും ഏത് വാപ്പയാണേലും സൗണ്ട് താ ബ്രോ. ഒരു വോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താഴെ എന്റെ സൗകര്യത്തിന് കുറക്കാളല്ല. whenever I am telling you have to conclude. There is no right. If you can't do that, you ഞാൻ ഈ മൈക്ക് ദൂരിട്ട് ഞാൻ എന്റെ പണിക്ക് പോവാ. സൗണ്ട് കുറക്കരുത്, ഏത് വാപ്പയാണേലും. ബ്രോ വാട്ട് എവർ ഇറ്റ് ഈസ് യു ഡോണ്ട് വാണ്ട്. ഇത് വോളിയം ലോ ആക്കി ഞാൻ എന്റെ സൗണ്ട് കുറക്കണോ, ഞാൻ എന്റെ പിച്ച് കുറക്കണോ? പിന്നെ ഞാൻ എന്തിനാ ഈ മൈക്ക് പിടിച്ചിട്ട് സൗണ്ട് ചെക്ക് ചെയ്യണേ? ടെൽ മി, ഗിവ് മീ ദ റീപ്ലൈ ബ്രോ. അവിടുന്നല്ല, ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു DBയിൽ പണിയെടുക്കുമ്പോ ആ DB എനിക്ക് തരാ. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം. യു ഡോണ്ട് ഹാവ്. ദെൻ യു ഫക്ക് വിത്ത് ദ മൈക്ക് മാൻ. യു ജസ്റ്റ് ഡു ദ ആക്ട്. ഈ സൗണ്ട് ചെക്ക് ചെയ്തോ, സൗണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചോ. അപ്പൊ ഇതില് ലാസ്റ്റ് ഡാബ്സി പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഓനെ വെച്ചിട്ട് മൈക്ക് ടെസ്റ്റ് ചെയ്തോളിയും, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആള് മൈക്ക് വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇപ്പോൾ ഡാബ്സിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ വിഷയത്തിലോട്ട് നമുക്ക് ആദ്യം വരാം. അതായത് MHR എന്ന് പറഞ്ഞ വ്യക്തി ഒരു സോങ് ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിന്റെ മ്യൂസിക് അതിന്റെ ബാഹ്യഫലങ്ങളും കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷെ 2 ട്രാക്കും ഞാൻ പേഴ്സണലി കേട്ടപ്പോൾ രണ്ടും സെയിം ആയിട്ട് സിമിലർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ പ്രേക്ഷകർക്കും തോന്നിയത്. കാരണം മാങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ്ങും അതുപോലെ തന്നെ ഒട്ടകം എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ്ങും തമ്മിൽ രണ്ടും വൈവിധ്യങ്ങളൊന്നുമില്ല. അതിന്റെ തുടക്കം കേൾക്കുന്ന ഭാഗം തന്നെയാണ് ഈ മാങ്കയിലും തുടക്കം കേൾക്കുന്നത്. ഒരു വ്യത്യാസമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കുറിച്ച് ആളുകൾ ചോദിക്കും, ഇതെന്താ രണ്ടും ഒന്നായി, സ്പോട്ടിഫൈയിൽ നിന്ന് ഒന്ന് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഈ MHR വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്പോട്ടിഫൈയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ കോപ്പി അടിച്ചതാന്ന് പറഞ്ഞുകൊണ്ടുള്ള കാരണത്താലാണ് എന്നെ ഡിലീറ്റ് ചെയ്തത്. അതിലെനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നത്, ഇതിനെ കുറിച്ച് ഞാനൊരു കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഇതിന് എന്താണ് ഈ മുമ്പേ മാങ്ങക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ അവർക്ക് ആ ട്രാക്ക് ₹100 പറഞ്ഞപ്പോൾ, പൈസ പറഞ്ഞപ്പോൾ അത് തരാൻ പറ്റില്ല, അവർക്ക് വേറെ ആളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ട്രാക്ക് അവർ ഒഴിവാക്കി എന്ന് പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ MHR ഇൻസ്റ്റഗ്രാമിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളായിട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ തെറ്റ് പറ്റിയത് ഡാബ്സിന്റെ കയ്യിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ക്ലിയർ വെർഷൻ ഡാബ്സിയും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഡാബ്സിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ക്ലിയർ വെർഷൻ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് നിലവിൽ MHR വിശ്വസിക്കാനേ പറ്റുള്ളൂ. കാരണം MHR എന്ന് പറയുന്ന ആൾ തന്നെയാണ് മറ്റേ മണവാളൻ തെഗും അതുപോലെ തന്നെ മലബാർ ഗ്യാങ്ങും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ മലബാർ തെഗിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഈ 4 വട്ടം അങ്ങനത്തെ കുറെ സോങ്സുകൾ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലിൽ പയ്യനെ വെച്ചിട്ടും അങ്ങനെ കുറെ ആളുകളെ വെച്ചിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാള് ഒരിക്കലും ഒരു നുണ പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെ ഒരു സംശയമാണ്. പിന്നെ എന്താണ് സംഭവിച്ചാൽ ഡാബ്സി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതിനൊക്കെ ക്ലിയർ വേർഷൻ ഡാബ്സിയിൽ ഒന്നും തന്നെ. പിന്നെ ഡാബ്സി ഇന്നലെ ഒരു സ്റ്റോറി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് എന്താണ് ക്ലാഷും ഉളുപ്പ് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും പോലും എന്താണ് അല്ല മറ്റേ 45 ഒഴിവാക്കിയ കാര്യമാണ് ഡാബ്സി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാബ്സി ഇങ്ങനെ പറഞ്ഞു. പിന്നെ അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഡാബ്സിനെ കളിയാക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ 1% ഡാബ്സിനെ
അതിൽ ഡാബ്സിനെ കളിയാക്കാനുള്ളതുണ്ട്, കളിയാക്കാൻ അല്ലാതിരിക്കുന്നതുമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു എന്താണ് മൈക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പത്തെ ഒരു ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു പരിപാടിൻ്റെ എന്താണ് ഒരു 2-3 മണിക്കൂർ മുമ്പ് അവർ സ്റ്റേജിൽ വന്നിട്ട് മൈക്കും കാര്യങ്ങളും വോളിയം ഫുള്ളും ചെക്ക് ചെയ്യും. അത് അവരുടെ ഒരു കടമയാണ്. കാരണം അവർക്ക് ഓവർ സ്ട്രെയിൻ കൊടുത്ത് പാടാനൊന്നും പറ്റില്ല. അവർ 5% പണിയെടുക്കുള്ളൂ, ബാക്കി 10% മൈക്കും ആ സ്പീക്കറും പണിയെടുക്കണം. അതാണ് അവരുടെ ഒരു ലക്ഷ്യം. കാരണം എന്നാലും അവർക്ക് അവർ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആകുമ്പോൾ സ്റ്റേജ് ഇനിയും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡാബ്സിന് ഒരിക്കലും ആ ഒരു കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവിടുത്തെ ഡാബ്സിൻ്റെ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാതിരുന്നത്. അത് മാന്യമായിട്ട് ഡീൽ ചെയ്യായിരുന്നു. അല്ലാതെ ദേഷ്യപ്പെട്ട് കണ്ട് എന്താണ് ഞാൻ പറയുമ്പോൾ നെഞ്ചു ഓർക്കാൻ ഏത് വാപ്പെന്ന് പറഞ്ഞാലും അങ്ങനെ ആ വക ഡയലോഗ് പറയാണ്ട് ബ്രോ നമുക്ക് മാന്യമായിട്ട് രണ്ടുപേർക്കും ഈക്വലായിട്ട് നിന്നാൽ അവിടെ കൂളാവണമായിരുന്നു. ഡാബ്സി എന്തോ വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളാണ് എന്നുള്ള ഒരു അഹംഭാവം ഡാബ്സിക്ക് വന്നതായിട്ടുള്ള കുറെ ആളുകൾ അവിടെ തോന്നുന്നതുകൊണ്ടാണ് ഡാബ്സിന് ആ ഒരു കാര്യത്തിൽ കുറെ ആളുകൾ തെറി വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.